കോഴിക്കോട് കുറ്റിച്ചിറയിലെ ഇടയിലെ ഹോട്ടൽ എന്ന് പറയുന്നത് എപ്പോഴും ക്യൂ നിന്ന് ആളുകൾ ഭക്ഷണത്തിന് കാത്തിരിക്കുന്ന ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടൽ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. എന്താണ് കാരണമെന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഗ്യാസിൻ്റെ പ്രതിസന്ധി തന്നെയാണ്. LPG സിലിണ്ടറുകൾ കിട്ടാത്തത് കാരണം ചായക്കടകൾ പ്രധാനമായും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ കോഴിക്കോട് കുറ്റിച്ചിറയിലെ പ്രശസ്തമായ കടകളൊക്കെ തന്നെയും ഇവിടെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിലെ ഹോട്ടലിൽ നമുക്കറിയാം എപ്പോൾ വന്നാൽ പോലും പെട്ടെന്ന് നോക്കി ഇരിക്കാൻ കഴിയില്ല. വലിയ ക്യൂ ശരിക്കും വേണ്ടി വരും. ഇവിടുത്തെ പൊറോട്ടയാണെങ്കിലും ബീഫാണെങ്കിലും മറ്റു കടികളൊക്കെ തന്നെയും പഴംപൊരി ബീഫ് അങ്ങനെ വ്യത്യസ്തമായ കോംബോ ഒക്കെ ഉണ്ട് ഇവിടെ. അവിടെ എല്ലാ കടകളൊക്കെ ശരിക്കും പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കട അടച്ചിട്ട് 2 ദിവസമായോ? കട അടച്ചിട്ട് ഇപ്പോൾ പെരുന്നാളിൻ്റെ ഒരു ആഴ്ചയായി. ഗ്യാസ് തന്നെ പ്രശ്നം? ഗ്യാസ് തന്നെ പ്രശ്നം. ഗ്യാസ് ഇല്ലാത്ത അടുത്തുള്ള കടകളെല്ലാം പൂട്ടിയിരിക്കുന്നു അല്ലേ? ഗ്യാസ് ഇല്ലാത്ത അടുത്തുള്ള ഹോട്ടലുകളൊക്കെ പൂട്ടിയിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഭയങ്കര നിറച്ച ആൾ നിൽക്കുന്ന സ്ഥലം. ഇവിടെ അതുവരെ പള്ളി വരെ ക്യൂ ഉണ്ടാകലുണ്ട് സൺഡേ. അതായത് ഇപ്പോൾ നിരവധി ആളുകാർ നൂറുകണക്കിന് നമുക്കറിയാം. പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളൊക്കെ പ്രത്യേകിച്ചും അല്ല മറ്റു ദിവസങ്ങളിൽ പോലും ഇവിടെ ഒഴിവുണ്ടാവില്ല. രാവിലെ പുലർച്ചയ്ക്ക് തന്നെ ഒരു 6 മണിക്ക് വന്നാൽ പോലും ശരിക്കും ഇവിടെ പൊറോട്ടയും ബീഫൊക്കെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. കോഴിക്കോട് കുറ്റിച്ചിറ എന്ന് പറയുന്ന ഈ ഒരു വളരെ പരമ്പരാഗതമായ ഈ ഒരു സ്ഥലത്ത് ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് വീടുകളുണ്ടാക്കുന്ന മാത്രമല്ല ഹോട്ടലുകളിൽ ഭക്ഷണത്തിനും വലിയ തോതിൽ ആളുകൾ വരുന്നുണ്ട്. കോഴിക്കോട് വരുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കുറ്റിച്ചിറ എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരു ഹോട്ടലാണ് ഹോട്ടൽ താഷ്കൻ്റ്. അവിടെയും ഇവിടെ പിന്നെ അടച്ചിട്ടിരിക്കുകയാണ്. അതും ഗ്യാസ് കിട്ടാത്ത കാരണം ഇവിടെ ഒരുപാട് വിഭവങ്ങളുള്ള ഒരു കടയാണ്. അവിടെയും അടച്ചിട്ടിരിക്കുന്നു. ചാമ്പ്യൻസ് ഹോട്ടൽ എന്ന് പറയുന്നത് എല്ലാവരും നമുക്കറിയാം വ്ളോഗേഴ്സൊക്കെ തന്നെയും ഇവിടെ വന്ന് ആദ്യം എടുക്കുന്നൊരു ഹോട്ടലാണ് ചാമ്പ്യൻസ് ഹോട്ടൽ. എപ്പോഴും നല്ല തിരക്കായിരിക്കും ഇവിടെ. വ്യത്യസ്ത വിഭവങ്ങൾ ബീഫിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു വിഭവങ്ങളൊക്കെ തന്നെയും ഒരുപാടുള്ള ഒരു ഹോട്ടലാണ്. ഇവിടെയും അടച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് ഈ ഹോട്ടൽ മേലുകൾ പിന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഗ്യാസ് ചെറിയ 1-2 ഗ്യാസ് കുറ്റി വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പലതും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ പല ഹോട്ടലുകളും അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളമാണ് ഒരു പ്രതിസന്ധി ഗ്യാസിൻ്റെ പ്രതിസന്ധി സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണ്. ഇതിവിടെ കുറച്ച് നമുക്ക് ആളുകൾ ഇരിപ്പുണ്ട്. നൂറുകണക്കിന് ആൾക്കാർ ഈ ഭക്ഷണം കഴിക്കാൻ പറ്റിയ സമയമാണ്. ഉണ്ടാവാൻ ആൾക്കാർ ഇവിടെ വന്നു നോക്കണ്ട. ഇവിടെ ഞായറാഴ്ച ശനിയാഴ്ച പെരുതെറ്റി കുറ്റിച്ചിറ പല കോട്ടയത്ത് കണ്ണൂർ പാലക്കാട് പല ഭാഗത്തും പേരിൽ ഭക്ഷണം കഴിക്കാൻ ഇവിടെ ഇടയിൽ ഹോട്ടൽ ചാമ്പ്യൻ ഹോട്ടൽ മറ്റേ ഹോട്ടലൊക്കെ ഇഷ്ടംപോലെ. നിങ്ങൾ ഞായറാഴ്ച ശനിയാഴ്ച വരി ചാനൽ പള്ളം അറിയൂ. ഗ്യാസ് ചാലുമായിട്ടേ ടൗണിൽ വരല്ല ഇവിടുത്തെ കച്ചവടം. പറയുങ്ങൾ ഇത്രമാത്രം അടിപൊളി കച്ചവടമാണ്. എല്ലാ ഭാഗത്തും എല്ലാ ആൾക്കാരും വേണ്ടിയ മാതിരിയാണ് ഇവിടെ ഭക്ഷണം. ഫുഡ് തിരക്കി തൃശ്ശൂരിൽ നിന്ന് വന്നാ? അതെ, കുടുങ്ങിപ്പോയി. അതെ, ഇവിടുത്തെ സ്പെഷ്യൽ നോക്കി വന്നാ. ഇനി അതെ അപ്പുറത്തെ കട എല്ലായിടവും ആണല്ലേ. അല്ല നിങ്ങൾ ഇതിന് ഗ്യാസിന്റെ ക്ഷാമം കാണിക്കാൻ. അപ്പൊ ശരി, ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കല്ലേ ചാമ്പ്യൻസിന്റെ ഫുഡ്? അതെ അതെ. ഞങ്ങൾ കുറെ നേരം തപ്പെടുക്കണം. നമ്മുടെ കമ്മിങ് സൂണൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വഴിതെറ്റി വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്നു. ഇവിടെയും ബാധിച്ചു അല്ലേ? അല്ല, നമ്മുടെ അവിടെ അതെ കടകളൊക്കെ ക്ലോസ് ആണ് ഒരു വിധം എല്ലാ ഹോട്ടലുകളും. ഏറ്റവും കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കടകൾ തന്നെയാണ്. സംസ്ഥാനത്ത് എല്ലാ സ്ഥലങ്ങളിലും പിന്നെ ചെറിയ ഒരു ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ നടക്കുന്ന കടകളുണ്ട്. ചൈനീസ് വിഭവങ്ങൾ പലതും അടച്ചിട്ടുണ്ട്. അതേസമയം ഇപ്പോൾ എന്തായാലും പിന്നെ കോഴിക്കോട്ടെ പ്രധാനപ്പെട്ട കടകൾ തന്നെ ചാമ്പ്യൻസ് ഉൾപ്പെടെയുള്ള കുറ്റിച്ചിറ കടകളും അടച്ചിരിക്കുന്നു. ഗ്യാസ് പ്രതിസന്ധി വലിയ തോതിൽ മുന്നോട്ട് പോകുമ്പോൾ കടകൾ പൂർണ്ണമായി അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക കൂടിയുണ്ട്.